പാകിസ്ഥാനെതിരെ യുദ്ധസമാനമായ നടപടികളിലാണ് രാജ്യം. 3 സേനാ വിഭാഗങ്ങളും സൈനിക നീക്കങ്ങളിലുമാണ്. ഈ അവസരത്തിൽ രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ മറ്റ് സന്ദർശന പരിപാടികൾ റദ്ദാക്കുമോ എന്ന സംശയത്തിലാണ് സംസ്ഥാനം. മെയ് 18-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു കോട്ടയത്തെ പാലയിലും 19-ന് ശബരിമലയിലും സന്ദർശനം നടത്തും വിധം രാഷ്ട്രപതി ഭവനും സംസ്ഥാന സർക്കാരും തകൃതിയിൽ ഒരുക്കങ്ങളിലായിരുന്നു. 18-ന് പാലാ സെന്റ് തോമസ് കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് രാഷ്ട്രപതി ഭവൻ സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തോട് സ്ഥിരീകരിച്ചിരുന്നതുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം പാലായിൽ സൈറ്റ് സന്ദർശനമടക്കം നടത്തി കഴിഞ്ഞു. എന്നാൽ ഇതുവരെ രേഖാമൂലമുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. രാഷ്ട്രപതിയുടെ സന്ദർശനം സംബന്ധിച്ച ടൂർ പ്ലാൻ സംസ്ഥാനത്തിന് രാഷ്ട്രപതി ഭവൻ നൽകിയിട്ടുമില്ല. പാലായിലെ പരിപാടി റദ്ദാക്കിയാൽ ശബരിമല ദർശനവും ഒഴിവാക്കും. യുദ്ധ സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം റദ്ദാക്കുമെന്ന സംശയത്തിലാണ് സംസ്ഥാന സർക്കാർ. അതേസമയം രാഷ്ട്രപതി എത്തുമെന്ന പ്രതീക്ഷയിലുള്ള ഒരുക്കങ്ങളിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പാലായിൽ നിന്ന് നിലയ്ക്കലിൽ ഹെലികോപ്റ്ററിലെത്തിയാൽ റോഡ് മാർഗമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പമ്പയിലേക്ക് പോകുന്നത്. അതിനാൽ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലെയും പമ്പയിലേക്കുള്ള റോഡുകളുടെയും അറ്റകുറ്റപ്പണി വേഗത്തിൽ നടപ്പാക്കും. സന്നിധാനത്ത് രാഷ്ട്രപതിക്കായി മരാമത്ത് കോംപ്ലക്സിലെ 3 മുറികൾ സുരക്ഷാ വിഭാഗം നിർദ്ദേശിച്ച പ്രകാരം സജ്ജീകരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ അന്തരീക്ഷമുള്ളതിനാൽ രാഷ്ട്രപതിയുടെ സുരക്ഷയും പ്രധാനമാണ്. ഇതെല്ലാം പരിഗണിച്ചാകും സന്ദർശനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രപതി ഭവൻ അന്തിമ തീരുമാനമെടുക്കുക. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.